അളിയ നീ എവിടേക്കാ? ഞാൻ മണ്ണത്തി വരെ പോടാ, ഒരാളെ കാണാൻ. അളിയ അപ്പൊ നിന്റെ വണ്ടിയോ? വണ്ടി വർഷാപ്പിലാടാ, 2 ദിവസം കഴിയും കിട്ടാനായിട്ട്. ആകെ വലയായി. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ വണ്ടി കൊണ്ടൊക്കോ. എനിക്കിപ്പോൾ വലിയ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. നീ 2 ദിവസം കഴിയുമ്പോൾ വന്നാൽ മതി. നിനക്കത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്, നീ കൊണ്ടോ അളിയ. 3 days later. ആ പറയടാ. ഡാ വണ്ടിക്ക് ഇടയ്ക്ക് ചെറിയൊരു മിസ്സിങ് ഉണ്ടല്ലോടാ. ഏയ് ഞാൻ ഓടിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലടാ. ഇപ്പൊ ഇങ്ങനെ പെട്ടെന്നൊരു മിസ്സിങ് വരണേ? എനിക്കറിയില്ല, ഞാൻ സാധാരണ ഓടിക്കണ പോലെ ഞാൻ ഓടിച്ചത്. ചെറുതായിട്ടൊരു ഓയിൽ ലീക്കും കാണിക്കുന്നുണ്ട്. എടാ വണ്ടി തന്നിട്ട് നീ ഇമാതിരി വർത്താനം പറയരുതിട്ടാ. കുറെ പിള്ളേരെ ഞാൻ കണ്ടിട്ടുള്ളതാ വണ്ടി കൊണ്ടുപോയിട്ട് ഓരോ പണി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് എനിക്കറിയില്ല ഞാനല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. നിന്റെ കയ്യിൽ ശരിയാക്കാൻ പൈസ ഇല്ലാന്ന് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നോ, ഞാൻ ശരിയാക്കിയോണ്ട്. അതിന് ഇങ്ങനത്തെ വർത്താനം ഒന്നും പറയരുത്. നീ എന്താ അങ്ങനെ പറയണേ? ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞതല്ല മാച്ചേക്ക്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാ തോന്നുന്നുണ്ട്. ഞാനത് ശരിയാക്കി കൊടുന്ന് തന്നേക്കാം. ഈ വണ്ടിയുടെ ബാറ്ററി ഒന്ന് മാറണല്ലോ. 2000 വരും. 2000 രൂപ എന്ത്? ഒന്നും പറയണ്ടേട്ടാ. കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് 2 ദിവസത്തേക്ക് പറഞ്ഞിട്ട് വണ്ടി മേടിച്ചതാ. ഈ വണ്ടിക്ക് ഇല്ലാത്ത പണിയില്ല. ഇപ്പൊ തന്നെ 5000 രൂപ കഴിഞ്ഞു. അല്ലടാ ഈ വണ്ടി നല്ല കണ്ടുപിടിച്ചോ. ഇതാരും എടുത്ത്? ഇത് നമ്മുടെ പുഞ്ചിരിമുക്കില്ലേ, പുഞ്ചിരിമുക്കിലെ ഡോണ്ട കയ്യിൽ നിന്ന്. ഏത് കുറുക്കണ്ടോണാ? നീ അല്ലാണ്ടാവണ്ടേ എന്നൊക്കെ വണ്ടി എടുക്കോടാ. എന്ത് പറ്റിയാട്ടാ? കഴിഞ്ഞ മാസം എന്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ട് ഇവന്റെ കാർന്ന് വാങ്ങിച്ചു. ഹോസ്പിറ്റൽ ബില്ല് 5000 രൂപ ചെലവായുള്ളൂ. ഈ തെണ്ടിയുടെ വണ്ടി ചെലവാൻ വേണ്ടിട്ട് 15000 രൂപ എന്റെ പോയി. ഇത് ഒരു സ്ഥിരം പരിപാടിയാ. അപ്പൊ ഓക്കെടാ, നിന്റെ വണ്ടി അടുത്ത ആഴ്ച എത്തിക്കാട്ടാ. ആ ഓക്കെടാ ഓക്കെടാ. ഓ എഞ്ചിൻ പണിക്കുള്ള വകയായി. ഷെട്ടി മേടിക്കാൻ പോലും പൈസ ഇല്ലാത്തവനാ. താങ്ങാവോ?